നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കളി നിർത്തിയാൽ, ഫുട്ബോളിൽ നിന്ന് വിരമിച്ചാൽ മെസ്സി എന്തായിരിക്കും ചെയ്യുക? അദ്ദേഹം കോച്ചാവുമോ? കളിയുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും തരത്തിൽ തുടരുമോ? ഇതൊക്കെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. മെസ്സിയോട് തന്നെ ആ കാര്യം ചോദിക്കുന്നു. ഇപ്പോൾ മെസ്സി കരിയറിൻ്റെ അവസാന ഘട്ടത്തിലാണ് എന്നുള്ളത് അംഗീകരിക്കാൻ ഏറ്റവും കടുത്ത മെസ്സി ആരാധകർക്ക് പോലും ഒരു മടിയും ഉണ്ടാവില്ല എന്ന കാര്യം ഉറപ്പാണ്. കഴിഞ്ഞ ദിവസം മെസ്സി ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. MBC's ബിഗ് ടൈം പോഡ്കാസ്റ്റിൽ അദ്ദേഹം ഭാവിയെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, കളി നിർത്തിയാൽ എന്ത് ചെയ്യും, എന്താണ് പ്ലാൻ, എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, എനിക്കിപ്പോഴും അതിനെക്കുറിച്ചൊരു വ്യക്തത വന്നിട്ടില്ല. എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ഞാൻ വിചാരിക്കുന്നത് ഇനിയും കുറച്ച് സമയം കൂടി ഫുട്ബോൾ ഇങ്ങനെ കളിച്ചുകൊണ്ട് തന്നെ പ്ലേയിങ് കരിയർ കൊണ്ടുപോകാൻ പറ്റുമെന്നാണ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം, കളി തുടരുക എന്നുള്ളത്. പിന്നെ സമയമാകുമ്പോൾ ഷുവർലി ഞാൻ കളി നിർത്തേണ്ടി വരും. അപ്പം ഷുവർലി എൻ്റെ കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു വഴി ഞാൻ കണ്ടെത്തും. അതായിരിക്കും എൻ്റെ പുതിയ റോൾ. അത് അപ്പോഴേ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ എന്നാണ് ലയണൽ മെസ്സി പറഞ്ഞത്. ചുരുക്കത്തിൽ ഇപ്പോൾ അദ്ദേഹം കളി നിർത്തുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ആ സമയത്ത് ചിന്തിക്കാം പിന്നെ എന്ത് ചെയ്യണം എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. കൂടെ അദ്ദേഹം പറയുന്നു, സത്യം എന്താണെന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ ചിന്തിച്ചിട്ടില്ല. ഇപ്പം ഞാൻ ചെയ്യുന്നത് ഡേ ടു ഡേ ആയിട്ട്, അതുപോലെ ഓരോ നിമിഷങ്ങളായിട്ട് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവുക. ഭാവിയിൽ എന്ത് വരുന്നു എന്നതിനെക്കുറിച്ച് ഞാനിപ്പോൾ ചിന്തിക്കുന്നേ ഇല്ല എന്നുകൂടി ലിയോ മെസ്സി പറയുന്നുണ്ട്. ഏതായാലും അത് നമുക്ക് അദ്ദേഹത്തിൻ്റെ കരിയറിലെടുത്ത തീരുമാനത്തിലൊക്കെ വ്യക്തമാണ്. എല്ലാം നേടിക്കഴിഞ്ഞു, ഇനിയൊന്നും നേടാനില്ല. ഇനി ഈ നേടിയതൊക്കെ ആസ്വദിച്ച് കുറച്ചു കാലം അങ്ങ് പോകണം. അതാണ് മെസ്സിയുടെ ഒരു മൈൻഡ് സെറ്റ്. അത് വളരെ കൃത്യമാണ്. അതുകൊണ്ടാണല്ലോ യൂറോപ്യൻ ക്ലബ്ബുകളിൽ നിന്ന് ഓഫർ ഉണ്ടായിട്ടും യൂറോപ്പിൽ നിൽക്കാതെ അദ്ദേഹം മയാമിയിലേക്ക് തന്നെ പോയത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എടുത്താം.